50,000 കോടി രൂപ, $50,000 ഓരോ വർഷവും അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ, വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ സീതാറാം യെച്ചൂരി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് സർവേ നടന്നു. വെള്ളത്തിൻ്റെ ലഭ്യതയെപ്പറ്റി, പ്രകൃതി വിഭവം, ഒരു ചെലവുമില്ലാതെ പ്രകൃതി വിഭവം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറ്. കൺട്രോൾ ബോർഡുകൾ, കൺട്രോൾ കമ്മീഷൻ അതേമാതിരി റീജിയണൽ ബോർഡുകളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന കറപ്ഷൻ ബോർഡുകളും അതോടൊപ്പം തന്നെ മലിനീകരണ ബോർഡുകളുമായിട്ട്, പൊല്യൂഷൻ ബോർഡുകളുമായിട്ടും മാറി, പൊല്യൂട്ടിംഗ് ബോർഡുകളായിട്ടും മാറി. പ്ലാച്ചിമടയിൽ അവരെ കുപ്പി കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റാണ് കെമിക്കൽസായിട്ട് പുറത്തേക്ക് വന്നത്, ഫെർട്ടിലൈസേഴ്സായിട്ട്, രാസവളമായിട്ട് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇവിടെ അതല്ല, അതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വേസ്റ്റ് മുഴുവൻ ഇവരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കുഴൽക്കിണറുകൾ ഉണ്ടാക്കിയിട്ട് ആ കുഴൽക്കിണറിലൂടെ താഴേക്ക് ഭൂഗർഭ ജലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്ന രൂപത്തിലാണ് അവർ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.